എല്ലാ പ്രേക്ഷകർക്കും ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMDയിലേക്ക് സ്വാഗതം. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ജനവിഭാഗം ആര് എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്കൊരു ഉത്തരവേ ഉണ്ടാകൂ. മലയാളികളാണ്. ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അവർ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു ദിശാ മാറ്റമാണിത്. വീട് വിട്ടുപോകുന്നു, വിഷാദരോഗം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആളില്ല, അങ്ങനെ 100,000 പ്രശ്നങ്ങളുമായി ടെൻഷൻ നമ്മുടെ സമൂഹത്തിൽ വളരുകയാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ടെൻഷനെ കുറിച്ചാണ് ഈ സംവാദം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: ചലച്ചിത്ര സംവിധായകൻ ജിബു ജേക്കബ്, തിരുവനന്തപുരം പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റി, എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CJ ജോൺ, എഴുത്തുകാരി തനുജ ഭട്ടതിരി, HR ട്രെയിനർ ബിനു കണ്ണന്താനം, പൊതുപ്രവർത്തകനും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ P സദാശിവൻ, സാമൂഹ്യ പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ ജോളി ചിറയത്ത്, പ്രശസ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂർ, അഡ്വക്കേറ്റ് റീസ് പുത്തൻവീട്ടിൽ, അങ്കമാലിയിലെ കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ ബാബു ഇബ്രാഹിം, ASIയും യോഗ തെറാപ്പിസ്റ്റുമായ സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനർ ഷാജുദ്ദീൻ, സ്കൂൾ കൗൺസിലറും ഇബ്കായ് സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനറുമായ അഭിലാഷ് ജോസഫ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും കൗൺസിലറുമായ എലിസബത്ത് ജോൺ, ഇൻസ്റ്റന്റ് യോഗി മെഡിറ്റേഷനിലെ സുദക്ഷണ തമ്പി, റിട്ടയർഡ് ATO PN മോഹനൻ, തിരുവനന്തപുരം ഫൗണ്ടർ ഹോപ്പ് ചാരിറ്റിയിലെ മഹേഷ് പരമേശ്വരൻ നായർ, ലാഫ്റ്റർ യോഗയുടെ കേരള ലീഡർ SV സുനിൽകുമാർ. ഹായ് ബോബി ചെമ്മണ്ണൂർ, എത്ര കൊല്ലമായി വ്യവസായ രംഗത്തായിട്ട്? ഒരു 30 വർഷമായി. എന്തായിരുന്നു സ്വർണ്ണ വ്യാപാരത്തിലേക്ക് തിരിയാൻ കാരണം? കുടുംബപരമായി സ്വർണ്ണ വ്യാപാര രംഗത്തുണ്ടായിരുന്നുകൊണ്ടാണോ അതോ? പാരമ്പര്യമായിട്ട് 153 വർഷമായിട്ട് ഉള്ളതാണ്. കഞ്ഞുടി മാർഗമാണല്ലോ, അതിൽ കൂടെ തന്നെ അങ്ങനെ ചലിച്ചു. ഇപ്പൊ ഒപ്പം തന്നെ സോഷ്യൽ വർക്കും സ്പോർട്സും ഒക്കെ കൂടെ കൊണ്ടുപോകുന്നു. ഇപ്പൊ അങ്ങ് സംതൃപ്തനാണോ? സംതൃപ്തനാണ്. കടയുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ? അല്ല അല്ല പിന്നെ എന്താണ് അങ്ങേ സംതൃപ്തിപ്പെടുത്തുന്നത്? ശരിയായ ഒരു അറിവിലെത്തിയപ്പോഴാണ് സംതൃപ്തി വന്നത്. എന്താണ് അങ്ങയുടെ മനസ്സിന് അങ്ങനെ ഒരു സാന്നിധ്യം കിട്ടിയത്? നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ഒരു ചെറിയ സമയം ഭൂമിയിലുള്ളൂ എന്നതാണ് ഒന്നാമത്തെ അറിവ്. 2, ആ സമയം കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്നുള്ളതാണോ? പറ്റാവുന്ന നല്ല കാര്യം ചെയ്യുക, ആരും ഉപദ്രവിക്കാതിരിക്കുക, സഹായിച്ചില്ലെങ്കിലും സ്വസ്ഥമായി. പണം ഉണ്ടാക്കിയോ? ഒരുപാടില്ലേ, ആവശ്യത്തിനൊക്കെ ഉള്ള പണം ഉണ്ടാക്കി. അതിൽ എത്രയാ ഇപ്പൊ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്? ചാരിറ്റി ഒരു നല്ല ശതമാനം ലാഭത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് സ്പോർട്സും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ ഒരു അറിവിൽ കൂടെയാണ് വരുന്നത്. 2, സംഭവാമി യുഗേ യുഗേ, എല്ലാം എഴുതി വെച്ച പോലെ സംഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം മറ്റൊരു അറിവാണ്. അതിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സംതൃപ്തിയിൽ ജീവിക്കുക എന്നുള്ളത്. ബോബിയുടെ ഈ വേഷമാണ് ഇപ്പോൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും വേഷം ശ്രദ്ധിക്കപ്പെടും, എന്നാലും ബോബിയുടെ വേഷം കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് ബോബിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ നാട്ടുകാർക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു മനഃപൂർവ്വം തിരഞ്ഞെടുത്ത വേഷമാണോ? അല്ല, ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന വേഷമാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാല് തിരുമ്പി കൊടുക്കും കുഴമ്പിട്ടിട്ട്. അപ്പോൾ 3 പൈസ വെച്ച് തരും ഡെയിലി മിഠായി വാങ്ങാൻ. 3 പൈസ അന്ന്. അപ്പൊ ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സാണ്, പഴയ കാലത്തെ മുണ്ടും ചട്ടയും. അപ്പൊ അതിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുത്തിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നാട്ടുകാരെങ്കിലും അനുകരിക്കുന്നുണ്ടോ? ചിലയിടത്തൊക്കെ കാണാം ചിലരൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ സ്വർണ്ണ വ്യാപാരികൾ ഒരുപാടുണ്ടല്ലോ, അത് ബോബിക്കൊരു ടെൻഷനാണോ? ഇല്ല ഇല്ല. എന്തുകൊണ്ട്? എന്തിനു ടെൻഷൻ? എനിക്ക് അല്ല, ടെൻഷൻ ആവശ്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു, അവനാനുള്ളതൊക്കെ. ജനനം, മരണം, അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും, ആരെ കാണും, എന്തുണ്ടാവും, കിട്ടും, കിട്ടില്ല, പോകും എന്നുള്ളതൊക്കെ ഉണ്ട്. സംസാരത്തിനൊക്കെ ഉണ്ടോ? താങ്ക് യു. ഈ വ്യക്തിപരമായ ജീവിതത്തിലെ ബോബി എങ്ങനെയാ ഒരു പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു മനുഷ്യനാണ്? ഇല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, മനുഷ്യനെ പോലെ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ചെറിയ അറിവിൽ കൂടെ അതിജീവിക്കുന്നു. അങ്ങനെ സന്തോഷമാണ്. ടെൻഷനെ അതിജീവിക്കാൻ ഇപ്പൊ സ്വർണ്ണക്കട 2-3 തുടങ്ങിയതിന്റെ അടുത്ത ദിവസം പൂട്ടി എന്നുള്ള വാർത്ത എത്തുന്നു. പാനിക്കാവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ടെൻഷനൊക്കെ അതിജീവിക്കുന്നത് എങ്ങനെ? അല്ല, ഇതാണ് അത്. പൂട്ടി അടയ്ക്കുമെന്ന് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നാളെ അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അടയ്ക്കുന്നത്. അവിടെ അടയ്ക്കുന്നു, അടുത്തൊരു തുടങ്ങുന്നു. അത്രേ ഉള്ളൂ. ഡോക്ടറെ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ കുറച്ചു കാലമായി, അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. നമ്മളെ ഇതിങ്ങനൊരു ചർച്ച തുടങ്ങി വയ്ക്കാൻ തന്നെ കാരണം, കേരളത്തിൻ്റെ സമൂഹത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഒരു കാരണത്തിൽ വേറെ കാരണത്തിൽ നല്ല ടെൻഷനുണ്ട്. അതിന് അവർ ന്യായീകരണങ്ങൾ ഒരുപാട് നിരത്തുന്നുണ്ടെങ്കിലും
മറ്റുള്ള സംസ്ഥാനക്കാരുമായിട്ട് നോക്കുമ്പോൾ മലയാളികൾക്ക് അത് കൂടുതലാണെന്ന് തോന്നുന്നു. ദിവസം ഇങ്ങനെ ഒരുപാട് രോഗികളെ കാണുന്ന ആളാണല്ലോ ഡോക്ടർ. ഡോക്ടറുടെ ഒരു നിലപാട് എങ്ങനെ കാര്യത്തിൽ? ഈ ടെൻഷൻ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെൻഷൻ എന്ന് പറയുമ്പം അതിന് ശാസ്ത്രീയമായിട്ട് പല പേരുകളുണ്ട്. ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ എന്നൊക്കെ പറയും. പക്ഷെ പൊതുവിൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വരുന്ന ടെൻഷൻ സാഹചര്യങ്ങളുടെ ഒരു നിർമ്മിതിയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ കേരളീയ കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ടെൻഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി മാറിയിട്ടുണ്ട്. കാരണം ഒരു മുഴുവൻ ഫാക്ടറിയാണ്. അതെ, ഒരു നല്ല ഫാക്ടറിയായി മാറിയിട്ടുണ്ട്. കാരണം കുട്ടികളെ 3-4 വയസ്സാകുമ്പോൾ തന്നെ പള്ളിക്കൂടത്തിലേക്ക് വിടുന്നു, അവരെ തല്ലി പഠിപ്പിക്കുന്നു. അപ്പോൾ അപ്പോഴേ തുടങ്ങുകയാണ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മൾ വിന്യസിപ്പിക്കുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണെന്നോ? അതെ, അതിന് ആനുപാതികമായിട്ട് ഈ സമ്മർദ്ദത്തിനെ നേരിടാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുമില്ല. കാരണം ടെൻഷൻ ഉണ്ടാവും, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവും. വഴിയിൽ മുള്ളുകളുണ്ടെങ്കിൽ ചെരുപ്പാണ് അതിന് പരിഹാരം. അതുപോലെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളും ചില ജീവിതശൈലികളൊക്കെ അനുവർത്തിക്കേണ്ടത്. പക്ഷേ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ളൊരു സമൂഹം എന്ന് പറയുന്നത് ടെൻഷനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ വീട് വയ്ക്കുന്നു, നമുക്ക് വരവിൽ കൂടുതൽ ഉള്ള വീട് വെച്ചിട്ട് പിന്നെ ടെൻഷൻ അടിക്കാതെ നിവൃത്തിയുണ്ടോ? ഒരു കാര്യമില്ല. വരവിനനുസരിച്ചിട്ട് ജീവിക്കണം. ഡോക്ടർ ഇപ്പോൾ മനഃശാസ്ത്രജ്ഞനായിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാനൊരു 30 വർഷമായി. 3 പതിറ്റാണ്ടായി. ഈ 3 പതിറ്റാണ്ടിനിടയിൽ ഡോക്ടർ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷൻ എങ്ങനെ കടന്നത് ഡോക്ടർ? ജോലിയെ എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ജോലി ടെൻഷനായിട്ട് മാറും. ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിനചര്യ എന്ന് പറയുമ്പം ജോലിയുടെ ഒപ്പം തന്നെ ഒരല്പം ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ വേണം, കുടുംബമായിട്ട് ചെലവഴിക്കാനുള്ള സമയം. മലയാളി റിലാക്സ്ഡ് അല്ലെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നോടൊരു മുംബൈയിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഒരു സുഹൃത്ത് പറയായിരുന്നു, ഒരു ജീവിതം ഇല്ലാത്തവനാ മലയാളിയിൽ നിന്ന്. ആർക്കോ വേണ്ടി കുറേ അധ്വാനിക്കുന്നു, കുറച്ച് സമ്പാദിച്ചു കൂട്ടുന്നു, ഒരു സമയത്ത് ക്രിയ കൂടുന്നു. അതിനിടയിൽ അവനൊരു ജീവിതം കിട്ടുന്നില്ല. മറ്റേ അവരെ താരതമ്യപ്പെടുത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ വെള്ളിയാഴ്ച ശനിയാഴ്ച വരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ശനി ഞായറുമായിട്ട് അവർ തകർത്ത് പൊളിക്കും. പിന്നെ തിങ്കളാഴ്ച വീണ്ടും മാടുപോലെ പണിയും. ഇങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇവിടുത്തേരെ നോക്കുമ്പോൾ അവർ വസ്തു വാങ്ങിച്ചിടുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ വലിയ കെട്ടിടം വാങ്ങിച്ചിടുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ. ഇപ്പോൾ മലയാളിയെ കുറിച്ചിട്ട് സാധാരണ പറയുന്ന ഒരു ദോഷവാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കക്ഷിയാണ് മലയാളി എന്നാണ് പറയുക. കാരണം എപ്പോഴും അയലോക്കത്തേക്ക് നോക്കിയിട്ട് അയാളുടെ കാറിൻ്റെ ബ്രാൻഡ് എന്താണ് ഇങ്ങനെ നോക്കിയിട്ട്. അങ്ങനെയല്ല, അവനവൻ്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. ടെൻഷനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ജീവിതം സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. താങ്കൾക്കിതൊരു ടെൻഷൻ കുറഞ്ഞ സമയമാണെന്ന് എനിക്കറിയാം. 1-2 പടങ്ങൾ സൂപ്പർ ഹിറ്റാക്കി. ഇദ്ദേഹം വെള്ളിമൂങ്ങ സംവിധാനം ചെയ്തു. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തെക്കുറിച്ച് പറഞ്ഞാൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അത് തളർത്തല്ലോ, നന്നായിട്ട് തളർത്തു. കേരളമാകെ ആ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം നന്നായി തളർത്തു. ഇനി തിയേറ്ററിൽ പോകേണ്ട കാര്യമല്ല. കേരളത്തിലെ വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ല ചിത്രമാണ് എന്ന് ആ പ്രേക്ഷകർ എഴുതുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ എനിക്കൊന്ന് താങ്കൾ സിനിമയിൽ എത്തിയിട്ട് കുറച്ചധികം കാലമായില്ലേ ഇപ്പം? അതെ അല്ലേ, ഒരു 20 വർഷത്തോളം. 20 കൊല്ലം ക്യാമറയുടെ പിന്നിൽ നിന്നു അല്ലേ? ശരിയാണ്, 20 വർഷത്തോളം ക്യാമറയുടെ പിന്നിൽ. താങ്കളൊരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എങ്ങനെയാണ് പഠിക്കുക സാധാരണ? അല്ല, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കാര്യങ്ങൾ ആദ്യം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കുറച്ച് ഫ്രീ ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹം കഴിച്ച ആളല്ലേ താങ്കൾ? അതെ. അതിന്റെ അശേഷം ടെൻഷൻ ഇല്ലല്ലോ മുഖത്ത്? കുഴപ്പമൊന്നുമില്ല, സന്തുഷ്ടമായ കുടുംബജീവിതമാണെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പോകുന്നു. നമ്മുടെ ആളുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പൊതുസമൂഹത്തേക്ക് നോക്കുമ്പോൾ, അപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ടെൻഷൻ അടിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട്. എനിക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളും അതുപോലെ നമ്മുടെ ഔദ്യോഗികമായ കാര്യങ്ങളും സർക്കാർ നിലപാടുകളും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. ഒരു അപേക്ഷ പുറമായിട്ട് ഒരാൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 10 ദിവസം നടത്തുക. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ടെൻഷൻ കൂട്ടാൻ ആളുകൾക്ക് ഉപകാരപ്രദമാണ്. താങ്കളുടെ ഒരു അപ്രോച്ച് എങ്ങനെ കാര്യത്തിൽ? അല്ല, അത് ശരിയാണ് സാറ് പറഞ്ഞ പോലെ. പക്ഷേ നമ്മളത് നയപരമായി നേരിടുക ഓരോ കാര്യങ്ങളിലെയും. എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ടെൻഷൻ കുറയ്ക്കേണ്ടത് ശരിക്കും ഏറ്റവും ആദ്യം. മുന്തിരിവള്ളികൾ തളർക്കുന്നതിനിടയിൽ താങ്കൾ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു? സമരം. തിയേറ്റർ സമരം എന്നെ വല്ലാണ്ട് ടെൻഷനിലായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. ക്രിസ്മസ് എനിക്കൊരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. ഇപ്പോൾ സിനിമ നന്നായിട്ട് ഓടുമ്പോൾ ആ ടെൻഷൻ മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി താങ്കളൊരു HR ട്രെയിനറാണല്ലോ. അതായത് കമ്മ്യൂണിക്കേഷനാണ് താങ്കൾ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നത് ആൾക്കാരെ. നമ്മുടെ നാട്ടിലിപ്പം കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഡോക്ടർക്ക് ഒരുപാട് എഴുതിയിട്ടൊക്കെ ഉള്ള കാര്യമാണ്. ആൾക്കാർ പരസ്പരം വീട്ടിൽ തന്നെ സംസാരിക്കുന്നില്ല, പ്രശ്നങ്ങളെ മനസ്സിൽ മൂടി വെച്ച് വളർത്തുന്നു, പിന്നെ അത് വലിയ കുഴപ്പത്തിൽ ചാടുന്നു. അപ്പം മാത്രമല്ല, മലയാളി ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആഴത്തിലൊരു കണ്ണാടി പിടിക്കാനുള്ള സമയം കഴിഞ്ഞു. കാരണം മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുന്നു. ആഗ്രഹം, ദുർനടപ്പ്, ഇതെല്ലാം കൂടി വരിക.
ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ മലയാളീസ് ജീവിക്കുന്നില്ല, അവനവന് ജീവിക്കുന്നില്ല. അവൻ്റെ 3 തലമുറയ്ക്ക് എങ്ങനെ ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ടെൻഷനിലാണ് മലയാളി. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെ സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. മുമ്പേ സാർ പറഞ്ഞ പോലെ അമേരിക്കക്കാരനൊക്കെ എന്താ ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പിക്നിക്കിന് പോകും. ഇത് മലയാളീസിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. ഇതിൻ്റെ നമ്മളിവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബേസിക്കുള്ള കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണെന്ന് ഞാൻ പറയും. ഇവിടുത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, സോളജി പഠിക്കുന്നു, ബോട്ടണി പഠിപ്പിക്കുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെറ്റ് ലേണിങ്സ് ആണ്. എങ്ങനെ കുറേ മാർക്ക് വാങ്ങിക്കാം, യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തി കുറേ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള ഒരു ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. അതേസമയം വിദേശ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലീവിങ് ലേണിങ്സ് ആണ്. പഠിച്ച വിഷയങ്ങൾ എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ അന്നേരം തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വേണ്ടത് ആ ബേസാണ്. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു, അതിന് എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് അതിന് സ്നേഹവും വാത്സല്യവും. ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹമില്ലെന്ന് പറയും. എങ്ങനെ സ്നേഹിക്കുന്നത്? അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഈ സ്നേഹവും വാത്സല്യം ലാളിനെയൊക്കെ കൊടുക്കേണ്ട സമയത്ത് അവൻ പിച്ച് വെച്ചടക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ദൂരെയുള്ള ഏറ്റവും വലിയ സ്കൂളിൽ കൂടെ നടക്കും. ബിനുവിന്റെ ടെൻഷന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? വളരെ ലോ ആണ്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, മൈൻഡ് ഈസ് എ ഗാർഡൻ ഫില്ല് വിത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. മനസ്സ് എപ്പോഴും നല്ല ഒരു പൂന്തോട്ടമാക്കിക്കൊണ്ട് നടക്കണം. തനുജ ഒരു എഴുത്തുകാരി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം വായനയൊക്കെ കൂടിയെന്ന ആൾക്കാർ പറഞ്ഞാൽ വായനയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ടെലിവിഷനിലേക്ക് ആളിൽ തിരിയുന്നു, അല്ലെങ്കിൽ സിനിമാ മാധ്യമത്തിലേക്ക് തിരിയുന്ന ഒരു കാലത്താണ്. എന്നാൽ ആൾക്കാർക്ക് അതിനേക്കാളും ഇപ്പം ടെലിവിഷനിലേക്ക് തിരിയുന്നതിനേക്കാളും മൊബൈലിലേക്ക് തിരിയുന്ന ഒരു കാലമാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ വീട് ഉൾപ്പെടെ എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് മൊബൈലിലാണ്. വാട്സപ്പൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മലയാളി ചീത്തയാക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ആണോ എന്ന് പോലും സംശയം തോന്നിപ്പോവും. അങ്ങനെയുള്ളൊരു കാലത്ത് വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇവിടെയുള്ള ഇത്ര നേരത്തുള്ള ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് ഓഷോ രജനീഷിന്റെ ഒരു കൊട്ടേഷനാണ്. ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്, ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ജീവിതം പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ജീവിക്കാനുള്ള നിഗൂഢതയാണ്. അപ്പം നമ്മളുടെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം, അത് മലയാളിയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, ജീവിതം എടുത്താൽ ഓർമ്മ വന്നാൽ, കൊച്ചു കുട്ടികൾക്ക് കുഴപ്പമില്ല, ഒന്ന് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒരു ജോലി, വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക അടുത്ത ജോലി. ചെറിയ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പോയിട്ട് രാത്രി വീട്ടിൽ ചെന്ന് എന്ത് ഭക്ഷണം കഴിക്കും, വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഇത്തരം ആ പ്രോബ്ലം ഉണ്ട് അവിടെ, അത് ഞാൻ വെച്ചു, കഴിച്ചു കഴിയുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. നാളെ രാവിലെ ഓഫീസിൽ പോകണം, എന്തൊക്കെ ചെയ്യണം, ആ പ്രശ്നമുണ്ട്, പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ ഷോർട്ട് ടേം പ്രോബ്ലംസ് ഇങ്ങനെ പരിഹരിച്ച് ഓരോ ദിവസവും പോകുന്നു. അടുത്തത് ലോങ് ടേം പ്രോബ്ലം. എൻ്റെ 2 പെൺകുട്ടികൾ, അവരുടെ ജോലി, അവരുടെ കല്യാണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം, എൻ്റെ വയസ്സുകാലത്ത് എന്നെ ആര് നോക്കും, അതിനുള്ള പണമുണ്ട്, അത് ലോങ് ടേം പ്രോബ്ലംസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യണം, അത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഷോർട്ട് ടേം പ്രോബ്ലം സോൾവ് ചെയ്യുകയും ലോങ് ടേം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെയും ഇടയ്ക്ക് എപ്പോഴോ നമ്മൾ മരിച്ചും പോകും. എനിക്ക് ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ നുണയാ, ടെൻഷൻ ഉണ്ട്. ഒരു കുഴപ്പമില്ല, ആര് കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ചെറുപ്പകാലത്താണ് കൂടുതൽ ടെൻഷൻ. നമ്മൾ ജീവിതത്തിൽ കുറേ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി ഒരു മെച്യൂരിറ്റി ഒക്കെ ആകുമ്പം ഈ ടെൻഷൻ മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കും. കല്യാണത്തിന് മുമ്പും പിൻപും എങ്ങനെ വ്യത്യാസം ഫീൽ ചെയ്തത്? കല്യാണത്തിന് മുമ്പും പിമ്പും എനിക്ക് വ്യത്യാസം വന്നില്ല. പക്ഷെ ഞാൻ വേറെ അസ്മതി വന്ന് വീട്ടിൽ കയറുവാണല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയതല്ല, ഞങ്ങൾ 2 പേരും കൂടി ഒരു കുടുംബം വേറെ മാറുകയായിരുന്നു. 2 പേരുടെയും വീട്ടിലല്ല പോയതാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഒരുപാട് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഒരുപാട് എന്നെ സഹായിച്ച ആളാണ് ഭർത്താവ്. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് പറയുന്നു, ഏത് സ്ത്രീക്കും എത്ര കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സ്വയം അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ വരും. എത്ര സപ്പോർട്ട് ചെയ്യണ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഗ്രാഫിൽ, നീ അത്രയൊക്കെ ചെയ്താൽ മതി എന്ന്. പക്ഷെ അവനവൻ്റെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ സർഗാത്മകതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ മാർക്കിംഗ് ഒന്നും നമ്മൾ കാണില്ല. അങ്ങനെ കാണാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം നേരിടാൻ അത്രയും ആത്മവിശ്വാസം വേണം. ഉണ്ടെങ്കിൽ ജോലിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ജോലി തലകുലുക്കുന്നത് പറഞ്ഞ കറക്റ്റാണെന്ന്. ജോലി ജീവിതം എങ്ങനെയാ പോകുന്നത് ഇപ്പോൾ? കുഴപ്പമില്ല. അല്ല, നമ്മളിപ്പോൾ ജനറേഷൻ ഗ്യാപ്പിൽ നമ്മൾ ഈ ടെൻഷൻ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ശരിക്കും 3-4 ഇപ്പോൾ ഡോക്ടർ ജോണിനെ പോലെ 3-4 സൈക്കാട്രിസ്റ്റുകളെ വെച്ച് നടത്തേണ്ട ഒരു സംവാദം ഇത്. പക്ഷേ ഇത് മനഃശാസ്ത്ര മേഖലയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് രോഗികളായിട്ട് ആൾക്കാർ മാറുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചു കാലം കഴിയുമ്പം ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ കൂടുതൽ വേണമെന്ന് പറയുന്ന പോലെ
ഡോക്ടർ CJ ജോണിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് വേണ്ടി വരും. മനസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ളവരാണ് തന്നേ തള്ളയ്ക്കും ട്രെയിനിങ് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പിള്ളേരെ. തീർച്ചയായിട്ടും അത് ആവശ്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ബേസിക്കലി മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈലി മലയാളികൾക്ക് എന്താ പറ്റുന്നത് ശരിക്കും? മലയാളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. മുതല ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോഡി സർക്കാർ നവംബർ 8-ാം തീയതി ഒരു നല്ല കാര്യം ചെയ്തു. ഉള്ള നോട്ടൊക്കെ അങ്ങ് പിൻവലിച്ച് അങ്ങനെ പത്തായത്തിലിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ 10,000 രൂപ 4,000 രൂപ പിൻവലിക്കാൻ പറ്റുന്ന ആദ്യം പോയി 4,000 പിൻവലിച്ച് അവരുടെ പത്തായത്തിൽ കൊണ്ടുവച്ചു. അടുത്ത ദിവസം പോയി 4,000 പിൻവലിച്ച് പുറത്തിറക്കുന്നില്ല. കാരണം മലയാളി വിചാരിക്കുന്നത് ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസയ്ക്ക് അവിടെ പോകും. ബേസിക്കലി നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡാണ്. ഇൻസെക്യൂരിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആർജിച്ചു വെച്ച അറിവ് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിവ് ഇതിന് വിരുദ്ധമായ ജീവിതം നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം കുട്ടികൾ മണ്ണിലും ചെളിയിലും കളിക്കുന്നത് കുഴപ്പമില്ല എന്ന്, അതാണ് വേണ്ടതെന്നും കൂടെ പറയുന്ന മലയാളി ആദ്യം ചെയ്യാൻ മുറ്റത്ത് ടൈലിട്ട് വെക്കും. പിന്നെ കുട്ടികൾ ചെരുപ്പിടാത്തതിന് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന്, അതായത് വളരെ സ്വാഭാവികമായി മനുഷ്യൻ ജീവിക്കേണ്ട ഒരു ജീവിതത്തിന് അനുവദിക്കാതെ ഇരിക്കുകയും അതാണ് ശരി എന്ന് പറഞ്ഞു നടക്കുകയും ഈ കോൺട്രാസ്റ്റാണ് മലയാളി അനുഭവിക്കുന്ന ഒരു ഗതികേട്. അത് എല്ലാ തലത്തിലുണ്ട്, സാംസ്കാരികമായിട്ടും ഇമോഷണലായിട്ടും. അത് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പറ്റിയെന്ന് വെച്ചാൽ ഒരു മണി ഓർഡർ എക്കണോമിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് പെട്ടെന്ന് എല്ലാം മാറുക. ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകത്തിൻ്റെ സിനാരിയോ തന്നെ മാറുമ്പോൾ നമ്മളാണെങ്കിൽ ഇതുവരെ കുട്ടികളെ വളർത്തുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ്. നമ്മുടെ ആഭ്യന്തര വിപണി, നമ്മളെ ജീവിതം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പാറ്റേൺ ഒന്നും നമുക്കില്ല. നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിടണം. അതിനുവേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള മാതിരിയുള്ള സ്കൂളുകൾ, ഇത് തന്നെ ഭയങ്കര ആൻറ്റി സോഷ്യലായിട്ടുള്ളതാണ് നമ്മളുടെ എല്ലാ സിസ്റ്റവും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ക്രൈസിസ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിൻ്റെ വക്താക്കളായതുകൊണ്ട് ഇത് പറയാനും പറ്റുന്നില്ല. അയ്യോ അത് ശരിയല്ലല്ലോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഈ ഉറപ്പിച്ച് പറയാൻ ഒന്നിലും പറ്റാത്തത് തന്നെയാണ് നമ്മുടെ ഒരു വലിയ ക്രൈസിസ്. അത് ബന്ധങ്ങളിലും അങ്ങനെ തന്നെ, സാമൂഹ്യ ബന്ധങ്ങളിലും അങ്ങനെ തന്നെ. ഡോക്ടർ നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് തന്നെ ഒരു ടെൻഷനാണ്. ഡോക്ടർ എങ്ങനെ വരണമെന്നൊക്കെ ആൾക്കാർക്ക് വ്യവസ്ഥാപിതമായ ഒരു നിലപാടുണ്ട്. അതിനെയൊക്കെ ഡോക്ടർ കടയർത്ത് വീഴ്ത്തി കളഞ്ഞു. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച്, ഞാൻ പല സംസ്ഥാനത്തിൽ ഇരുന്നിട്ടുള്ള ആളായുണ്ട്, മലയാളികൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ വീട്ടുകാരെയും നോക്കണതിനെക്കാട്ടിലും നമ്മുടെ ജനലിൽ കൂടെ അയൽക്കാരെ നോക്കുന്നവരാണ്. ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, സൈക്കോളജിയിൽ ട്രെയിൻഡ് ആണ്. അപ്പം സ്ത്രീകളാണ് എൻ്റെ കൂടുതൽ ക്ലയൻറ്റുകൾ. ഇത് ഈ സ്ത്രീ വിഭാഗം എപ്പോഴും അറിയാമല്ലോ, കൂടുതൽ ടെൻഷൻ വെളിയിൽ കാണിക്കും, ആണുങ്ങൾ കാണിക്കില്ല. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ ഒരാണിന് ചെയ്യേണ്ടി വരുന്നില്ല. അല്ല, ആണ് ശരിക്കും ദുർബലനാണ്. അത് 2 കാര്യമുണ്ട്. നമ്മളിപ്പോ സൈക്കോളജിക്കലി നോക്കുമ്പം ഫസ്റ്റ് ക്രൈസിസിൽ സ്ത്രീ വീണു പോകും. ഇപ്പൊ ഒരു മരണം കണ്ട ആദ്യം അവരങ്ങ് വീഴും. പക്ഷെ ആ സ്ത്രീ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചെണീറ്റ് 2 മക്കളെയും പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ച് അയക്കും. പക്ഷെ ഒരു ആണിന് ചിലപ്പം അതുപോലെ ആ 2 മക്കളെ അല്ല, അത് ചിലപ്പോ പുള്ളിക്ക് വേറൊരു പെണ്ണിന്റെ സഹായം പിന്നെയും വേണ്ടി വരും. മിക്കവാറും റീമാരേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഈ പിള്ളേരെ വളരെ കുറച്ചു പേർക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ക്രൈസിസിൽ ചിലപ്പോൾ വീണുപോകും. ടെൻഷൻ ഭയങ്കരമായിട്ട് വെളിയിൽ കാണിക്കുകയും ചെയ്യും. ആണുങ്ങൾക്ക് അതേ ടെൻഷൻ ഉണ്ട്, പക്ഷെ അവര് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ അടക്കി വെച്ച് നടക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. ഈ ടെൻഷൻ പുറത്ത് കാണിക്കുന്ന ആരാ, പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ് തീർച്ചയായിട്ടും. ഞാൻ ഈ സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന ഡോക്ടർ, അത് നല്ലതാണോ ഡോക്ടർ? അതായത് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ വന്നു, ചില ആൾക്കാർ ഇത് മനസ്സിൽ ഒതുക്കി ഇങ്ങനെ നടക്കും, ചിരിച്ച് മുഖത്ത് വരുത്തിയ ചിരിയുമായിട്ടൊക്കെ നടക്കും. അതാണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുക? അല്ലല്ല, ടെൻഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്ക് ആയുസ് കൂടുതൽ. പുരുഷന് ഈ ടെൻഷൻ എല്ലാം സ്ത്രീകൾക്ക് ആയുസ് കൂടുന്നത് അതുകൊണ്ടാണോ ഡോക്ടർ? ഒരു കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ടെൻഷൻ അടക്കി വെച്ച് നടക്കുന്ന ആണുങ്ങൾ പലപ്പോഴും അല്ലല്ല മദ്യത്തിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും പോയി അവന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവന്റെ ആയുസിന്റെ ദൈർഘ്യം കുറഞ്ഞു പോവുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ആ ഒരു സങ്കടം പ്രകടിപ്പിച്ചല്ല. ഈ കരയുന്നത് പലപ്പോഴും പുരുഷനൊരു നാണക്കേട് പോലെയാ. മറ്റുള്ളവരുടെ മുമ്പിൽ കരയുക, എന്തിനാടാ മോങ്ങുന്നതെന്ന് ആളിൽ ചോദിക്കും. സ്ത്രീ കരയുന്ന കണ്ട കരയുന്ന എന്തിനാന്ന് ചോദിക്കും. പക്ഷെ സ്ത്രീകൾ ഒരുപാട് മാറുന്നുണ്ട് കേട്ടോ, ഒരുപാട് മാറുന്നുണ്ട്. അത് സ്വീറ്റി നിഷേധിക്കും തോന്നണില്ല. ഇതിലൊന്നും അല്ല, ഡ്രസ്സിംഗ് ഇല്ലാന്ന് തോന്നുന്നു. ആര്? സ്വീറ്റി ഡോക്ടർ. ഈ കലാപം ഉയർത്തിയിട്ട് കുറച്ചു കാലമായി ഈ ഡ്രസ് കോഡിൽ ഇറങ്ങിയിട്ട് അനുകർത്താക്കളുണ്ടോ? ഡ്രസ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും
രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരിത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് ഞാൻ ഒരു ഫാഷൻ ഡിസൈനറുമാണ്, ഇന്റീരിയർ നമ്മളിൽ അല്ലാതെ തന്നെ ഒരുപാട് പാഷൻ ഉണ്ടാവില്ലേ, നമ്മുടെ പ്രൊഫഷൻ ഒന്നായിരിക്കും, അതിൽ പാഷൻ അല്ലാതെ പാഷൻസ് ഉണ്ടാവും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒന്ന്, വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യില്ല, പക്ഷേ ഗ്രാൻഡായിട്ട് ഡ്രസ്സ് ചെയ്യും. ഗ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മോശമായിട്ട് ഒരാളായിട്ട് ആസ് എ ഡോക്ടർ എനിക്ക് ഒരാളുടെ മുമ്പേ മോശമാവണ്ട, പക്ഷേ ഗ്രാൻഡിയർ എന്ന് പറയുമ്പം വലിയ ആഭരണങ്ങൾ ഇടാം, എസ്പെഷ്യലി ഫോർ പാർട്ടീസ് ഓർ ദിസ് ഫംഗ്ഷൻസ്. നോട്ട് ഇൻ മൈ പ്രൊഫഷൻ ടൈമിൽ ഞാൻ ഇടാറില്ല. ഡോക്ടർ ഗൈനക്കോളജി ആയിട്ട് ഞാൻ പോയിട്ടില്ല, എന്നാലും ഞാൻ പറയാണ്, ചെല്ലുന്ന പേഷ്യന്റിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഒരിക്കലും പുച്ഛമേ ഉണ്ടാവുള്ളൂ. എന്റെ അമ്മ സത്യം പറയാം, ഈ വേഷത്തിലാണ് ഒരു മിക്കവാറും ഡോക്ടർ എടുത്തേ അല്ല, ഈ വേഷത്തിലാണ് ഒരു പേഷ്യന്റിനെ നോക്കുന്നത് എങ്കിൽ ആ ഡോക്ടർ ടു ബി ഫ്രാങ്ക് അല്ല ഉള്ള സത്യം പറഞ്ഞോ, ആ ചെല്ലുന്ന പേഷ്യന്റിനെ ഉള്ള ആത്മവീര്യം നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, വന്നു പെട്ടല്ലോ എന്നൊരു തോന്നലേ ഉണ്ടാവും. ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന നല്ല സ്വഭാവമല്ല. അവസാനം ഡോക്ടറെ അടുത്ത് എത്തരുത്, എനിക്കതേ പറയാനുള്ളൂ അല്ലേ. അല്ല, നിങ്ങൾ പുതിയ ജനറേഷന് ടെൻഷൻ കുറവോ കൂടുതലോ? അല്ല, നമ്മുടെ പ്രയോറിറ്റീസ് ആർ വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ എവറിബഡി ഹിയർ ഇസ് ടോക്കിംഗ് അബൌട്ട് വീട് വെക്കണം, കാർ മേടിക്കണം, കുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, എക്സെട്ര എക്സെട്ര. നമ്മുടെ ജനറേഷൻ ആ പ്രയോറിറ്റീസ് ആർ വെരി വെരി ഡിഫറെൻറ്റ്, എസ്പെഷ്യലി ഫോർ വിമൻ ഓർ പീപ്പിൾ ലൈക്ക് മീ. വി വോണ്ട് ടു വർക്ക്, ഏൺ, travel, etc. So for us, the idea about having a loan for a house, നമ്മൾ കണ്ടു നമ്മുടെ പേരൻസിനെ, നമ്മൾ കണ്ടിട്ടുണ്ട് ചുറ്റിനുള്ള ആൾക്കാരെ, ഹൗ ഈ ലോൺ എടുത്തിട്ട് ടെൻഷൻ അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്. നോബഡി ഈസ് ലിവിങ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ദേ ആർ നോട്ട് ഹാപ്പി. For what? So our priorities are different. And not only that, ഇപ്പോൾ someone like me, I have understood, നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട ലൈഫിനെ. അപ്പോൾ ലൈക്ക് മീ, ഐ ഹാവ് ഗോട്ടൺ ടു മെഡിറ്റേഷൻ, യോഗ. താങ്കളുടെ കാര്യമാണോ മറ്റുള്ളവരുടെ ചേർത്താണോ പറയുന്നത്? എല്ലാവരുടെയും കാര്യം, എനിക്കറിയുന്ന ആൾക്കാരുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് യങ്ങർ ജനറേഷൻ ഇന്നും അന്നും എന്നും അപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. ഇന്നിപ്പോൾ മെറ്റീരിയലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മോറൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ റോഡിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും ഒരു BMW കാറ് പോയി കഴിഞ്ഞാൽ അത് കാണും, പക്ഷേ റോഡിൻ്റെ അരിയിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ടവൻ, അന്നം കിട്ടാതെ കിടക്കുന്ന വയറ്റത്തടിച്ച് ജീവിക്കുന്ന ഒരുത്തനെ കാണത്തില്ല. അവന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടും സന്തോഷം, അവിടെ നമുക്ക് കിട്ടും സമാധാനം. അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ യങ്ങർ ജനറേഷൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അല്ല, താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ? ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുകയാണ്. ഞാനൊരു IT എഞ്ചിനീയറാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയിലായിരുന്നു വാസം? അല്ല സർ, ഞാൻ ജോലി സംബന്ധമായി അമേരിക്കയിൽ പോയതാണ്. IT എഞ്ചിനീയർ. സായിപ്പന്മാരൊക്കെ എന്ത് പറയുന്നു അവിടെ? സായിപ്പന്മാരെല്ലാം സുഖം. അല്ല, അവരൊക്കെ പൊതുവേ അവരൊക്കെ ടെൻഷൻ കുറഞ്ഞവരാണെന്ന് അവർ പറയുന്നത്, പക്ഷെ അവർക്ക് അത്ര ടെൻഷൻ കുറഞ്ഞവരൊന്നും അല്ല. കുറച്ചുകൂടെ പ്ലാനിംഗ് ഉണ്ട്. നമ്മൾ ഒരു അത്ര പ്ലാനിംഗ് ഉള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ മലയാളീസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മണി മാനേജ്മെന്റും അറിയത്തില്ല, വീട് കെട്ടാനും അറിയത്തില്ല. മലയാളീസിൽ വീട് കെട്ടുന്നതിന് അതിന് വേണ്ടിയാ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ. ഫ്രണ്ട് എലിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇങ്ങനെ ആന തലമുക്കി നിൽക്കുന്ന പോലെ നിൽക്കും, അകത്തോട്ട് കയറിയാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അതേസമയം നമ്മൾ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീടിന്റെ ഫ്രണ്ടിന് ഒരു വ്യത്യാസം ഷോയും ഇല്ല. നമ്മുടെ റൂംസ് ഒക്കെ നാട്ടിലേക്ക് വന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത്, എന്തിനാണ് നീ ആ ലക്ഷം കിട്ടുന്ന ജോബ് കളഞ്ഞിട്ട് നീ തിരിച്ച് നാട്ടിൽ വന്നേന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഇവിടെ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ജീവകാരുണ്യ സംഘടന ഉള്ളത് സാധനം അറിയാലോ. അപ്പോൾ അതിന് സോഷ്യലി കമ്മിറ്റഡ് കുറെ കാര്യങ്ങൾ നമ്മൾ 2 വർഷം. അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഞാൻ IT എഞ്ചിനീയറാണ്. എന്നെ കമ്പനിയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ച് ആ ജോബ് ഞാൻ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത്യാവശ്യം ഡെയിലി ഒരു 300 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടെങ്കിലും 150 രൂപ ശമ്പളം ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും ജീവിക്കാൻ സുഖമുള്ള നാട് കേരളം. സത്യമായി ഇവര് ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ. തയ്യൽ ജോലി കുറവാണ്. ഞാൻ എന്റെ ലാപ്ടോപ്പ് യോഗ എന്റെ സർവീസാണ്, വരുമാന മേഖലയല്ല. അല്ല അല്ല, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു ആൾക്കാർക്ക് ടെൻഷൻ കുറയ്ക്കാൻ. 5 വയസ്സ് മുതൽ 85 വയസ്സ് വരെ എന്റെ കൂടെ ചിരിക്കാൻ വരുന്നുണ്ട്. ഞാന് അല്ല, ഈ ചിരിക്കാൻ വരുന്ന മാറ്റാൻ പോകുന്ന പറഞ്ഞ ജോലി പോലെ പറയുന്നത് സംഭവം പറയും. എന്നാലും ലാപ്ടോപ്പ് യോഗയിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വളഞ്ഞമ്പലം ഒരു സീനിയർ സിറ്റിസന്റെ പ്രോഗ്രാമിൽ പോകുന്നത്. ഞാൻ ഒരു 10 മിനിറ്റാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷെ എന്നെ അവർ കാത്തു നിൽക്കും ആ 10 മിനിറ്റിന് വേണ്ടി. ആ 10 മിനിറ്റ് അവിടെ ഭയങ്കര പോസിറ്റീവ് എനർജി, എല്ലാരും സന്തോഷം. ആ സന്തോഷത്തോടു കൂടിയ ഞാനും എന്തു അതിനൊരു തന്ത്രം എന്താ? അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളെ ഒന്ന് കേരളം മൊത്തം കൊണ്ടു നടക്കണം. അതാ ഒരു നമ്മള് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ചിരി നമ്മളെ സ്ട്രെസ് വളരെയധികം റിലീഫ് ആവും.
പിന്നെ ആ ചിരിയുടെ ഒരു മോഡൽ ഒന്ന് കാണിച്ചാൽ ഡോക്ടർ നോക്കട്ടെ സ്ട്രെസ് കുറയ്ക്കുമെന്നുള്ളത്. അതെന്തായാലും നന്നായി നന്നായി. ഈ ചിരി ടെൻഷൻ കൂട്ടുള്ളൂ. കൂട്ടുവോ? നമ്മൾ ഉണ്ടാക്കി ചിരിച്ചാലും നമ്മൾ ഇങ്ങനെ ചിരിച്ചാലും നമുക്ക് കിട്ടുന്ന ഗുണം ഒന്നാണ്. ഡോക്ടർ മദൻ കടാരിയ MBBS ഡോക്ടറാണ് ഇതിന് രൂപകൽപ്പന ചെയ്തത്. ഫൗണ്ടർ പുള്ളിയാണ്. ബോംബെയിലാണ് തുടക്കം, ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. വേൾഡ് മുഴുവനായിട്ട് 15,000 ക്ലബുകളും 15 ലക്ഷം പേരും ഇപ്പോൾ ഉണ്ട്. 10ഓളം ക്ലബ്ബ് കൊച്ചിയിൽ മാത്രമായിട്ടുണ്ട്. കൊച്ചിക്ക് എറണാകുളത്തിന് അപ്പുറത്തേക്ക് ഇത് പോകാൻ സാധിച്ചിട്ടില്ല. അല്ല, അവര് പറഞ്ഞെന്താ അറിയോ, ഇത് ആത്മാവിൽ നിന്ന് വരുന്ന ചിരിയല്ല, ഇതിന് ലൈഫ് ഇല്ല. 10 മിനിറ്റ് പല ടൈപ്പ് ഉണ്ട്, 100ഓളം ടൈപ്പ് ചിരികളുണ്ട്. വെറും ചിരി മാത്രമല്ല, ചിരിയിലൂടെ വ്യായാമം, ചിരിയിലൂടെ അതായത് ഫസ്റ്റ് എന്താണ് പറയുന്നത് ക്ലാപ്പിംഗ്, സെക്കൻഡ് ബ്രീത്തിങ്, തേർഡ് കുട്ടിത്തം, 4 ലാഫ്റ്റർ യോക്സ്. ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോൾ 10 പേരിൽ നമ്മൾ ഒരുമിച്ച് അടിക്കും. നമ്മുടെ അക്യുപ്രഷർ പോയിന്റ് ആണ്. പിന്നെ ബ്രീത്ത് എടുക്കുമ്പോൾ സാധാരണ യോഗയിൽ ബ്രീത്ത് എടുക്കുമ്പോൾ ബ്രീത്ത് എടുത്ത് വെച്ചിട്ട് ഔട്ട് ചെയ്യണത് ചിരിച്ചും കൊണ്ട് ഔട്ട് ചെയ്യും. അങ്ങനെ തല മുതൽ കാല് വരെയുള്ള പാദം വരെയുള്ള എല്ലാ വ്യായാമം തന്നെ ചിരിയിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ 5 ഇരട്ടി ഓക്സിജൻ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയും. നമ്മളെ സെല്ലുകളെല്ലാം നമുക്ക് മിനിമം ഒരു 10 വയസ്സ് പ്രായം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് തരും. നമ്മൾ ഓരോ സംഭവങ്ങളോടും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ അലക്സ് കാർലൈൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അദ്ദേഹം ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാനും അതിനെ എതിർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ സഞ്ചരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് മറിയ ഫെറൻറ്റ് എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് TB പേഷ്യൻറ്റിന് മിറാക്കുലസ് ആയിട്ടുള്ള അവർക്ക് ഒരു ക്യൂർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അതിൽ നിന്നും അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ പേരാണ് ദ പവർ ഓഫ് പ്രയർ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ അല്പമായിട്ട് നിൽക്കുന്ന മൊമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അത് വലിയ കാര്യമായിട്ട് അതിനൊരു പ്ലാറ്റ്ഫോമായിട്ട് അത് തന്നെയാണ് അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. സ്വത്ത്, സ്വർണം, പണം, മാരേജ്, ഇതുപോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നമ്മൾ പുഷ്പങ്ങളെ നോക്കുകയല്ല, ഈ റോസാ പുഷ്പങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു സയൻറ്റിസ്റ്റിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് സന്യാസിമാർ 1000 വർഷവും അതും കഴിഞ്ഞ് ജീവിക്കുന്നത്. ടെൻഷൻ കുറയ്ക്കാൻ നമുക്ക് ക്ഷമാശീലം ഉണ്ടാവണം. ക്ഷമാശീലമില്ല, കാരണം എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കുക. നമ്മൾ അടുത്ത വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, നാട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, പത്രത്തിലൊരു വാർത്ത വന്നാൽ നമ്മൾ ഉടനെ പ്രതികരിക്കും, TV-യിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രതികരിക്കും. എല്ലാത്തിനും നമുക്ക് പ്രതികരണമാണ്. പ്രതികരണം ഒരു മോശം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതുകൊണ്ട് ടെൻഷൻ കൂടുന്നു. ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രതികരിക്കുന്നതുകൊണ്ടാ. എല്ലായിടത്തും എല്ലാവരും ഒരു ക്ഷമാശീലം ഉണ്ടായിക്കോട്ടെ. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ക്ഷമിച്ചു നോക്കിയേ, അവിടെ ടെൻഷൻ അയാളുടെയും കുറയും നമ്മുടെയും കുറയും. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം എന്ന് പറയും. സംഘർഷം എന്താണ്? മാനസികമായ സംഘർഷം എന്ന് പറയും. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പക്ഷികളെ പോലെ പറക്കാൻ നമുക്ക് കഴിയില്ല, ഒരു കുരങ്ങിനെ പോലെ മരത്തിൽ കയറാൻ നമുക്ക് കഴിയില്ല, പുലിയെപ്പോലെ ഓടാൻ കഴിയില്ല. പക്ഷെ മനുഷ്യന് പ്രകൃതി, ഈശ്വരൻ, ദൈവം, യഹോവ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കോമൺ സെൻസും ചിന്തിക്കാനുള്ള കഴിവ്, തിങ്കിങ് ഹാബിറ്റ്. ഈ തിങ്കിങ് ഹാബിറ്റ് ഉള്ളവന് മാത്രമേ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതായത് മൃഗങ്ങൾക്ക് ടെൻഷൻ ഇല്ല, പക്ഷികൾക്ക് ടെൻഷൻ ഇല്ല, മനുഷ്യന് ടെൻഷൻ ഉണ്ടാവും. മനുഷ്യന് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് തന്നെ പ്രതിവിധിയുണ്ട് ഇതിന്, ടെൻഷന്. എനിക്ക് ആദ്യം ടെൻഷനുള്ള വ്യക്തിയായിരുന്നു, പക്ഷേ സത്യമാണ് ഇപ്പം എനിക്ക് ടെൻഷനില്ല. കാരണം ഞാൻ എന്താണെന്നും മറ്റുള്ളവരെന്താണെന്നും ഈ ലോകം എന്താണെന്നും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് കുറെ ടെൻഷനുണ്ട്. എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ്. അതെങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതാണ്. ഞാൻ അടുത്തിടെ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്. ഇന്ത്യയിലെ 90% ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ 10% ആളുകൾക്ക് കിട്ടുന്നു. ഇതെങ്ങനെ വന്നു? ഒരു ചോദ്യം. ഈ ടെൻഷൻ എന്റെ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം? പിന്നെ നെൽമണി ഒന്നും കൊറിക്കാനില്ല, തരിവള ഇട്ട് കൊറിക്കാൻ മോഹം. ഈ പ്രശ്നം എങ്ങനെ മാറ്റാം? വയസ്സാം കാലത്തോ? വയസ്സാം കാലത്ത് തന്നെ 100 പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ടെൻഷനുണ്ട്. ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത് സൈക്കോളജിസ്റ്റോ മറ്റേ അവിടെ ഡോക്ടറോ പറഞ്ഞു എന്ത് തിന്നേണ്ടു, എന്ത് തിന്നിക്കേണ്ടു, എന്ത് ധരിക്കേണ്ടു എന്നുള്ളതായ ആ ഒരു ടെൻഷൻ, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 78 വയസ്സ് കഴിഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 20 വർഷമായി. ഞാൻ ഒന്നും കൂടെ പറയട്ടെ,
ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം DPEP എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം വന്നു, എഡ്യൂക്കേഷൻ. പിന്നെ ഇപ്പൊ SSC ആണ്. പക്ഷേ പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആകെ ടെൻഷനാ. കസേര കത്തിക്കുന്നു, ഈ ഇദ്ദേഹം പോയേ പറ്റുള്ളൂ, ആകെപ്പാടെ അടിപൊളി. ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ഈ ടെൻഷൻ എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? ഒന്ന് പറഞ്ഞു തരാമോ? 1,500 studies are telling you that the benefits of meditation and how it helps stress. Just December, Harvard came out with a paper saying mindfulness meditation benefits and stress mindfulness stress engane korakkunnu. Why is it that we don't meditate? നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല? ഇസ് ഇറ്റ് ലേസിനെസ്? ടൈം ഇല്ലാത്തതാണോ? മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഇസ് നോട്ട് ഈവൻ മോർ ദൻ 5 minutes. സോ വൈ കാൺട്ട് വി അറ്റ്ലീസ്റ്റ് ഡു 1 minute of meditation? We are talking about tension. Let us talk about peace instead. And then think about how we can be peaceful. മാഡം, ഞാൻ KSRTC-യിൽ ഒരു ജീവനക്കാരനാണ്. കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ല. പെൻഷൻ 3-4 മാസങ്ങളായി കൊടുക്കുന്നില്ല. എൻ്റെ പെൻഷൻ കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റു കാര്യങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്താൽ എൻ്റെ കാര്യം നടക്കൂ? അത് മാറ്റിവെക്കാനായിട്ടല്ല പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വൺ വിത്ത് യുവർ സെൽഫ്. അത് തന്നെയാണ് യോഗ. യോഗ എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത ആ അവസ്ഥയാണ് യോഗ. അപ്പോൾ ഇഫ് ഐ ആം ടോക്കിംഗ് ടു യു and my only focus is to talk to you, if I am present in this moment, this is a meditation. Same way, appo meditation എന്ന് പറയുന്ന കണ്ണടച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നതെന്നല്ല മെഡിറ്റേഷൻ്റെ. പക്ഷെ കണ്ണടച്ച് ഇരിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ഫീലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദറ്റ് വൺനെസ് ഇസ്, ദാറ്റ് ഇസ് മെഡിറ്റേഷൻ. ആ സെയിം ഫീലിംഗ് വർക്കിൽ പോയാലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ആരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ആ സെയിം ഫീലിംഗ് മനസ്സിൽ വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. യോഗയും മെഡിറ്റേഷനും ഒക്കെ ഓരോ മനുഷ്യർക്കും ഒരുപാട് സ്ട്രെങ്ത് തരുന്ന കാര്യങ്ങളാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഏത് വലിയ ഇഷ്യൂവിൻ്റെ ഇടയിലും ഇത് ചെയ്യുന്നവർക്ക് കൂടുതൽ മനസ്ഥൈര്യം ഉണ്ടാവും. അത് നമുക്ക് സംശയാതീതമായിട്ട് പറയാം. പക്ഷേ ഇതൊന്നും ഏൽക്കാത്ത സ്ഥലമായിട്ട് ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. ഒരു മോൻ രാവിലെ ഒരു സാധനം വാങ്ങിക്കാൻ ബൈക്ക് എടുത്തുകൊണ്ട് വെളിയിൽ പോയതാണ്. ആക്സിഡൻ്റായി വന്ന് ബ്രോഡഡ് ആയിരിക്കും, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മരിച്ചു കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ അവൻ്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. അവിടെ കളിയും ചിരിയാണ് ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ. മോനിപ്പോൾ എന്തോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അവരവിടെ ഷെയർ ചെയ്യാൻ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട് അത്യാവശ്യമായിട്ട് മെഡിക്കൽ ഡ്രസ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, മെഡിക്കൽ ഡ്രസ് ആണോ, എന്ത് പറ്റി എന്ന് ആദ്യം ഒരു ചിരിയോടെ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് വരണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ശബ്ദത്തിൽ കൂടി നമുക്കറിയാം അവരുടെ വീട്ടിൽ ഫുള്ളും ടെൻഷൻ വരുന്നത്. പിന്നീട് വന്ന് അവർ മരിച്ചു കിടക്കുന്ന കുട്ടിയെ കാണുമ്പം അവർ കരയുമ്പം അവർ മാത്രമല്ല അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അതേ ടെൻഷൻ മനുഷ്യരാണെങ്കിൽ വരും. ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം അത് ലോകാരംഭം മുതൽ ലോക അവസാനം വരെ മനുഷ്യനിൽ അനുഭവപ്പെട്ടു വരുന്ന ഒരു വികാരമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അനുഭവപ്പെടുന്ന നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തീർക്കാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ആ ഒരു വേവലാതിയെ ഈ ടെൻഷനിലൂടെ ഈ ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് പരിഹരിക്കാൻ ഒരു മരുന്നിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ വക പ്രശ്നങ്ങളെയെല്ലാം നേരിടാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ധൈര്യം അത് നമ്മൾ സ്വയം ആർജിച്ചെടുത്താൽ നമുക്ക് ഒരു പരിധിവരെയും ടെൻഷൻ ഒഴിവാക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ഈ ടെൻഷൻ അല്ലെങ്കിൽ ആദ്യം പരിഹരിക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളുമായിട്ട് സമരസപ്പെടാൻ പൊരുത്തപ്പെടാൻ കുറച്ചുകൂടെ നന്നായി അതിനെ നേരിടാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കലാണ്. അല്ലാതെ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ശമ്പള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അതുമായിട്ട് സമരസപ്പെടലാണ്. ഇപ്പം അദ്ദേഹം ലാഫിംഗ് തെറപ്പിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ വീടുകളുടെ അകത്തുള്ള ചിരികൾ പോയതുകൊണ്ടാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ചിരി വന്നത്. അപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീട്ടിലുള്ള എല്ലാവരും കൂടി ജിബുവിൻ്റെ വെള്ളിമൂങ്ങ പോലൊരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അതിലെ രംഗങ്ങളെക്കുറിച്ച് കുറച്ച് അവരെല്ലാവരും കൂടെ ചിരിക്കുന്നതിനാണ് ഈ ലാഫിംഗ് തെറാപ്പിയേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഈ തരം ചിരികൾ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി അതും മെഡിറ്റേഷൻ പോലെ തന്നെ ഉപകരിക്കുന്ന കാര്യമാണ്. മെഡിറ്റേഷൻ പോലെ തന്നെ ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ശാന്തമായിട്ടൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ തരുന്ന അതേ ഗുണങ്ങൾ കിട്ടും. ഫുൾ ബ്രീത്ത് എടുക്കുക, താമര മുട്ടുമാരി വയ്ക്കുക, ലോട്ടസ് ലാപ്പാണ്. വീണ്ടും കാണോ, ഫുൾ ബ്രീത്ത്, ഹോൾഡ് ഇറ്റ്,
നിങ്ങൾക്കൊരു വില്ലൻ ലുക്കാണ് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പതഞ്ജലിന്റെ യോഗ സൂത്രാസിൽ ഒരു ടെക്നിക്കാണ്. അതിൽ 8 ഭാഗങ്ങളുണ്ട്. ഈച്ച് ഭാഗം ഹാസ് ഇറ്റ്സ് ഓൺ ഗുണം. ഇപ്പൊ കം ടു പ്രാണായാമ ടെക്നിക്സ് തന്നെ ചെയ്യുന്നത് ഈ മനസ്സിലത്തെ ചിന്തകൾ കുറയ്ക്കാനാണ്. സോ നോ മാറ്റർ വാട്ട് യുവർ സിറ്റുവേഷൻ, ഈ ടെക്നിക്സ് ഫോളോ ചെയ്താൽ ചിന്തയില്ലായ്മ എന്നുള്ള ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ഈ മാഡം പറഞ്ഞതുപോലെ യോഗ ഈസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് കേസാണ്. യോഗയിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റാത്തൊരു സുദർശന ക്രിയ അല്ലെങ്കിൽ പറയുന്ന സിമ്പിളായിട്ടുള്ള ശ്വസനക്രിയകളും ചെയ്തു കഴിഞ്ഞാൽ കുറേ പകുതി ടെൻഷൻ ആശ്വസിച്ചു. രവിശങ്കർജി അത് പ്രചരിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് സുദർശനക്രിയ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ എന്താ, നമുക്ക് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്, ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഠിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സ്ട്രെസ് ഒന്ന് മാറുന്നതിന് വേണ്ടിയുള്ള പീരീഡുകളുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ അടിസ്ഥാനപരമായി കുട്ടികളെ വീട്ടിലൊന്നാമത് സ്ട്രെസ് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ പഠിക്കടാ, നീ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, കളിക്കാൻ പോകരുത് എന്ന് പറയും. പക്ഷേ അത് സ്കൂളിൽ ചെല്ലുമ്പം പഠിപ്പിക്കാനായിട്ട് ബാധ്യപ്പെട്ടവരുണ്ടല്ലോ, ടീച്ചേഴ്സ്, അവരതിനൊരു സമയം കണ്ടെത്തി, അതിനിപ്പം ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അതിന് സമയം കണ്ടെത്തി അതിനൊരു പീരീഡ് ഉണ്ടാക്കിയെടുത്ത് അവരെ ആ മേഖലയിൽ നിന്നും വളർത്തിക്കൊണ്ട് വന്നാൽ ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. 2 ആഴ്ച മുമ്പ് വന്നൊരു പ്രശ്നം, ഒരു കുട്ടിയെ ടീച്ചർ ഒന്ന് നോക്കി. അപ്പോൾ ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞത് ടീച്ചർ എന്തോ പ്രത്യേക രീതിയിൽ എന്നെ നോക്കി. അപ്പോൾ കുട്ടിക്ക് ടെൻഷനായി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് അച്ഛനും അമ്മയും സ്കൂളിൽ. എൻ്റെ കുട്ടിക്ക് ടെൻഷനാണ്, ടീച്ചർ പ്രത്യേക രീതിയിൽ നോക്കി. ടീച്ചറിന് ടെൻഷൻ. നമ്മൾ മലയാളീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കുന്നവർ മാത്രമല്ല, ഇത് മൊത്തക്കച്ചവടം ചെയ്തോണം. ടെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്കൂളുകളിൽ നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് ശ്രമിക്കുന്നു, വീടുകളിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ശാരീരികമായ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ ഇമോഷണൽ മാനേജ്മെൻറ്റിനോ വളർച്ചയ്ക്കോ യാതൊരു ഇതും കൊടുക്കുന്നില്ല. ചില സ്കൂളുകൾ ഞാൻ പറയാം, കുതിരയെ ഓടിക്കാൻ പഠിപ്പിക്കാൻ ആളുണ്ട്, നീന്തൽക്കുളമുണ്ട്, അവിടെ ഒരു കൗൺസിലിംഗ് റൂമോ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ട യാതൊരു സഹായമോ അല്ലെങ്കിൽ സഹകരണ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോഴങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ എങ്ങനെ ഈ പറഞ്ഞ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റും? 2-3 മാസം കൂടുമ്പം കോളേജ് സ്കൂൾസിൽ ഞാൻ പോയി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് മാഡം? ഞാനും പോകുന്നുണ്ട് പലപ്പോഴും. 10, 300, 500 കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് 1.5 മണിക്കൂർ കൊണ്ട് ഇവരുടെ കംപ്ലീറ്റ് സ്ട്രെസ് അങ്ങ് മാനേജ് ചെയ്തോ? നമ്മളൊരു ബേസിക് ആയിട്ട് ഇപ്പം നമുക്ക് ടെൻഷൻ വരും, എല്ലാവർക്കും വരും. ഇപ്പൊ എക്സാം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെ ബേസിക് ആയിട്ട് എങ്ങനെ ധൈര്യമായിട്ട് കുറച്ചും കൂടി ഇടപെടാം, അത്രയും നമുക്ക് പറഞ്ഞത് അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ ടെൻഷൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതുണ്ടാകും. പക്ഷെ നമ്മുടെ സ്കൂളുകളിലെ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. മാനസിക ആരോഗ്യം ശരിയായ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വളർന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ മാനസികാരോഗ്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പേരൻസിൽ നിന്ന് കിട്ടേണ്ടത് സ്നേഹത്തിൽ കൂടിയുള്ള വളർച്ചയാണ്. പേരൻസ് എല്ലാം നോക്കുന്നത്, ഇപ്പോഴത്തെ പേരൻസ് എല്ലാം നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുട്ടിക്ക് എന്ത് വേണം, അവൻ എന്താണ് വേണ്ടത്, അവൻ എന്നാണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്, ഇതിലേക്കാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പേരൻസും കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കുന്നില്ല. 3-ാം ക്ലാസ് മുതൽ കാണുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ടെൻഷനും വെപ്രാളവും പ്രയാസവും സങ്കടവും. കൗൺസിലിങ്ങിൻ്റെ സെക്ഷനിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആൺപിള്ളേരും പെൺപിള്ളേരും അടക്കം കരച്ചില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം സങ്കടങ്ങൾ എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ കുട്ടികൾക്ക് പേരൻസ് ആയിട്ടോ കൂട്ടുകാരായിട്ടോ ഒന്നും ആരും, ഒരു കുട്ടീനെ ഇന്നെടുത്ത കേസ് തന്നെ, രാവിലെ എടുത്ത കേസ് തന്നെ, ഒരു കുട്ടിയും പേരൻസിനോട് തുറന്ന് സംസാരിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ നമ്മുടെ കൂട്ടുകുടുംബ അവസ്ഥയിൽ നിന്ന് ന്യൂ ജനറേഷൻ നമ്മുടെ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ ഈ കുട്ടികൾക്ക് സംസാരിക്കാനോ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹം അനുഭവിക്കാനോ എല്ലാവരും വാട്സപ്പിൽ കൂടെ, വീട്ടിലെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്നത് ഫോണിൽ കൂടെയാണ്. വീട്ടിൽ വന്നാൽ സംസാരിക്കാൻ നേരമില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ ജീവിക്കാനല്ല പഠിപ്പിക്കുന്നത്, സ്കൂളിൽ ജീവിക്കാനല്ല പഠിപ്പിക്കുന്ന, പേരൻസും ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടതെന്ന് പേരൻസ് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, പേരൻസ് എല്ലാം മക്കൾക്ക് വേണ്ടതെല്ലാം അവരാഗ്രഹിക്കുന്നതിന് മുന്നേ ചെയ്തു കൊടുക്കുക. സോ
കൊച്ചുങ്ങൾക്ക് ഈ സ്ട്രെസ് വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക ഇപ്പം. അങ്ങനെ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോഴേ വലിയ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ചിന്തിക്കുന്നു, എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുന്നു. ഇപ്പം തന്നെ ഒരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 8 കുട്ടികളും എനിക്ക് മരിക്കണം എന്നുള്ള ചിന്തകൾ ഉള്ള കുട്ടികളെ ഇപ്പം. പലപ്പോഴും നമ്മൾ വാക്കുകളും ചില വിശേഷണങ്ങളും പറയുമ്പോൾ വരുന്ന ഒരു അബദ്ധമാണ് പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. ഇപ്പം ജീവിത നിപുണന പഠിപ്പിക്കൽ എന്ന് പറയും, ലൈഫ് സ്കില്ല് പഠിപ്പിക്കൽ എന്ന് പറയും. ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ പിള്ളേർക്ക് ടെൻഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പലപ്പോഴും ഇത് അനുഭവത്തിലൂടെ വരേണ്ടതാണ്. കാരണം മാതാപിതാക്കൾ അവരുമായിട്ട് ഇടപെടുന്ന അതിൽ സ്നേഹത്തിൻ്റെ അംശം ഉണ്ടാവാം. അവർ തന്നെ നല്ല മാതൃകകളാവേണ്ടി വരും. അവർ തന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നന്നായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ മാതൃകകൾ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാവണം. ഇപ്പം അധ്യാപകർ നല്ല മാതൃകകളാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർ പോലും നല്ല മാതൃകകളല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിൽ തന്നെ തുടങ്ങിയിട്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഉള്ളൊരു ജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ ടെൻഷനും ആ ടെൻഷൻ്റെ ആവിഷ്കാര രീതികളും ചിലപ്പോൾ കുറ്റവാസനകളായിരിക്കും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അതും ഒരു ടെൻഷൻ്റെ ആവിഷ്കാര രീതിയാണ്. ടെൻഷൻ കൂടുമ്പം പ്രിയപ്പെട്ട ഒരാളെ അടിച്ചു കൊല്ലുക, ഇതൊക്കെ ടെൻഷൻ്റെ ആവിഷ്കാര രീതിയായിട്ട് മാറി വരും. ഇപ്പം തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഇന്ന് നമ്മളെ കുട്ടികളെ ഏറ്റവും ഇതിന് പറഞ്ഞ എലിസബത്ത് പറഞ്ഞ ഒരു മറുപടി, ഏറ്റവും കുട്ടികളെ വിജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നു, തോക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയെ തോക്കാൻ പഠിപ്പിക്കണം. ഒരു കുട്ടിയെ തോക്കാൻ പഠിക്കണം. നമുക്ക് എന്നും ജീവിതത്തെ വിജയിച്ച് മാത്രം ഇരിക്കാൻ പറ്റില്ല. തോൽവിയുടെയും ജയത്തിന്റെയും രുചി കുട്ടികൾ അറിയണം. അപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷനുണ്ട്. ഈ ടെൻഷനൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ ഒത്തിരി വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കിയ പൊതുജീവിതത്തിൽ നമുക്കുണ്ടായ സംഭവങ്ങളൊക്കെ കേൾക്കാൻ ഒരാൾ, അത് കേട്ട് അതിൻ്റെ ഒരു മറുപടി പറയുമ്പോഴും നല്ല സുഹൃത്തുക്കൾ, നല്ല ഒരു ഭർത്താവ്, നല്ല മക്കൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴേക്ക് കുറേയൊക്കെ ടെൻഷൻ നമ്മുടെ മാറും. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. ആ ഒരു അവസ്ഥ വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് തുറന്നു പറയാനുള്ള നല്ല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറേയൊക്കെ ടെൻഷൻ പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം സിനിമയ്ക്ക് കുറച്ച് പ്രസക്തി കൂടിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ടെലിവിഷൻ്റെ മുന്നിൽ മാത്രമേ ഇരുന്നു, സിനിമാ തിയേറ്ററിലേക്ക് പോകാതിരുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ മാറി വരുന്നു, തിയേറ്ററെല്ലാം ഫുള്ളാവുന്നു, മൾട്ടി സ്ക്രീനൊക്കെ വന്നപ്പോൾ ആൾക്കാർക്കെല്ലാം സന്തോഷമായി, ആൾക്കാർ തിയേറ്ററിലേക്ക് മടങ്ങി. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ സൊസൈറ്റിയിൽ ടെൻഷൻ റിലാക്സ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് വിനോദ മാർഗ്ഗങ്ങൾ. അതിലൊന്ന് പ്രധാനം സിനിമ തന്നെയാണ്. അപ്പോൾ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നുള്ളത് താങ്കൾ ആദ്യം ചെയ്തൊരു കുറച്ചൊരു കോമഡിക്ക് പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു. താങ്കൾക്ക് ഇതിനകത്തൊരു ഫിലോസഫി ഉണ്ടോ ഉള്ളിൽ? അല്ല, ടെൻഷൻ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ സിനിമയിൽ തന്നെ ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് നല്ല ടെൻഷൻ നമ്മൾ കാശ് മുടക്കി ക്രിയേറ്റ് ചെയ്തു. അത് ആ ടെൻഷനിലൂടെയും നമുക്ക് രസിപ്പിക്കാൻ പറ്റും. ഞാൻ നമ്മളെ സിനിമയിൽ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല റീ റെക്കോർഡിങ്, ബിജുവാലിനെ കൊണ്ട് റീ റെക്കോർഡിങ് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റുകളെല്ലാം കൊടുത്തിട്ടാണ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്തത്. ആ ടെൻഷനിലൂടെയും ആ ടെൻഷൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ, ടെൻഷൻ്റെ അവസാനം ഒരു ഇതുണ്ടല്ലോ, ഒരു സന്തോഷം വരണം. അപ്പോൾ അങ്ങനെ കൊണ്ടേ നിർത്തിയപ്പോഴാണ് നമുക്ക് എൻ്റെ ഈ പുതിയ സിനിമയ്ക്ക് ഒരു സ്വീകാര്യത കിട്ടി. ശരിക്കും ആളുകൾ മനസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ സിനിമ ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങി പോകുന്നത്. മാഡം പറഞ്ഞ പോലെ ലോങ് ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ടെൻഷൻ ഒഴിവാക്കും. ഒന്ന് ഞാൻ എല്ലാവരും നേരെ എന്നിട്ട് 3 പ്രാവശ്യം ലോങ് ആയിട്ട് ബ്രീത്ത് എടുത്ത് 1:2 ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് 20 സെക്കൻഡ് സ്ലോയിലൊന്ന് ഡൗൺ ചെയ്തൊന്ന് ബ്രീത്ത് ഔട്ടാക്കി നോക്കി ടെൻഷൻ ഒരു വിധത്തിൽ ഒഴിവാക്കാം. നമ്മളെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പേരൻസ് ഉള്ള ഒരു കുടുംബമുള്ള ആരുടെ വീട്ടിലുണ്ട്, എല്ലാവരും ഇന്നിങ്ങനെ യുഗത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡാണ് എല്ലാവർക്കും. സാറും പറഞ്ഞു ഇപ്പോൾ ഈ ചാനൽ ചർച്ച തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ 1 മണിക്കൂറായിരുന്നു നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ അവർ, ഇന്നത് മാറ്റി 40 ആക്കി, അത് പിന്നെയും കുറച്ച് 20 ആക്കി. നമ്മളൊരു സീരിയൽ കാണാനായിട്ടല്ല സിനിമ കാണാനായിട്ടിരുന്ന ഒരാൾ ഒരു 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കാൻ പറ്റില്ല. സാറിനോട് ചോദിച്ചു നോക്കാം. അതിനിടെ നമ്മളെന്നറിയോ അടുത്ത ചാനലിലോട്ടൊന്ന് മാറ്റി, അടുത്ത ചാനലിലോട്ട് മാറ്റി. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വെറും 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ആണ്. പിള്ളേരൊക്കെ പഠിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. 5 മിനിറ്റ് 10 കൊണ്ട് നമ്മൾ മാറ്റി പോകുന്നു. ഈ ടെൻഷൻ ഇല്ലെങ്കിൽ അതൊരു ടെൻഷനാണ്. ഇപ്പൊ ചില സമയത്തൊക്കെ കുറച്ച് മാസങ്ങൾ അടുപ്പിച്ച് ടെൻഷൻ ഇല്ലാത്ത സമയങ്ങൾ വരുമല്ലോ നമുക്കൊക്കെ, എന്ത് പ്രശ്നമില്ലല്ലോ, അതൊരു ടെൻഷനായിട്ട് തോന്നും. പിന്നെ വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ ഡിസൈൻ ഓഫ് ലൈഫ് എന്ന് നമ്മൾ പഠിച്ചു നോക്കിയ പ്രകൃതി മറ്റൊക്കെ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, കൈയടിച്ചാൽ ശബ്ദമുണ്ട്, തീ ഉണ്ടെങ്കിൽ പുകയുണ്ട്, സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ജനിച്ചാൽ മരിക്കും. അപ്പൊ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. നമുക്ക് ഈ ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. സോ ഈ
അറ്റ് ദ പീക്ക് നമ്മൾ ടെൻഷൻ റൈസ് ചെയ്ത് മേളിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മെമ്മറീസിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള സ്വീറ്റ് മെമ്മറീസ് ഓർക്കുക. എനിക്കുണ്ട് ഒരു ചെറിയ അനുഭവം പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാസത്തിന് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞു കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറുപടി വേണമെങ്കിൽ നീക്കം ചെയ്യാം, അവിടെ ഇരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ നീക്കം ചെയ്യാം. അന്ന് തൊട്ട് ആൾ ഡെസ്പായി, ശരിക്കും പതറ്റിക്കായി. ഒടുവിൽ അയാളോട് ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഇയാൾ ഒരു ഉപ്പും മുളകും കാണുക, അല്ലെങ്കിൽ TV കാണുക. ഇന്നലെ രാത്രിയായപ്പോൾ ചോദിക്കുന്നു ശ്രുതി ഹരിപ്രസാദ് കല്യാണം കഴിച്ച പ്രശ്നം തീരത്താണ് വേറൊരു ടെൻഷൻ. സീരിയല് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സീരിയല് പ്രശ്നം ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിലെ ടെൻഷൻ മാറ്റാൻ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതില് ടെൻഷൻ മാറ്റുന്നതിനെ കുറിച്ച് ഒരു മാർഗവും നമ്മൾ പറഞ്ഞില്ല. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഇപ്പോൾ 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, കേരളത്തിൽ എന്തൊക്കെ കാരണത്തിലായാലും പുതിയ ജനറേഷനായാലും ടെൻഷൻ കൂടുന്നു എന്നുള്ള സത്യമാണ്. അത് സാമൂഹിക സാഹചര്യമാവാം, മറ്റെന്തെങ്കിലും പ്രശ്നമാവാം. പക്ഷേ ഇതുകൊണ്ട് വീട് വിട്ടു പോകുന്ന കുട്ടികളുണ്ട്, വീട് വിട്ടു പോകുന്ന പ്രായമുള്ളവരുണ്ട്, വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അസ്വാസ്ഥ്യങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നം. പലരും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മനോരോഗം പോലെ, അല്ലെങ്കിൽ മനോവിദഗ്ധനെ കാണാൻ പോകുന്ന എന്തോ ഒരു നാണക്കേട് പോലെ കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം മനോരോഗം എന്ന് പറഞ്ഞാൽ ഒരു രോഗമായിട്ട് പോലും ആൾക്കാർ കാണാത്തൊരു സൊസൈറ്റി എപ്പോഴും. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നമ്മുടെ പൊതുസമൂഹം ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഡിപ്രഷൻ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇത്രയും കൂടുതൽ മലയാളിക്ക് ഡിപ്രഷൻ എന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടേക്ക് എങ്ങനെയാണ് മലയാളി എന്ന് മൂക്കൂത്തി വീണേന്നുള്ള കാര്യം തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഈ ഒരു നമ്മൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. മലയാളി ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പുഴുക്കുത്തുകളുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ ഇത്രയും കാലം ഒരുപാട് രോഗികളെ ചികിത്സിച്ചുള്ള ഒരാളെന്നുള്ള നിലയിൽ ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ടെൻഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഊർജ്ജമാണ്. ഒരു പരിധി വരെ ടെൻഷൻ വേണം. ആ ടെൻഷൻ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചലിക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അത് അതിര് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ അതിര് വിടുന്ന പ്രവണത കൂടുതലായിട്ട് ഇപ്പോൾ കേരളീയ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ചിലരൊക്കെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയിലേക്ക് പോകാറുണ്ട്, മരുന്ന് വരെ കഴിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്, വിഷാദ രോഗങ്ങളിലേക്ക് പോകാറുണ്ട്. ഇതിൽ പഴയൊരു ചൊല്ലുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി എന്ന് പറയും. പക്ഷേ എങ്ങനെ ഈ തോണി വയ്ക്കും? ഈ തോണി വയ്ക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതല്ല. ഇപ്പോൾ മെഡിറ്റേഷൻ ആവാം, പ്രാർത്ഥനയാവാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവാം. അതിൻ്റെ പ്രാപ്തി മാത്രമാണ്. അല്ലെങ്കിൽ മുങ്ങിച്ചാവാം. ഇത് പോയേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ പ്രാപ്തി ഉണ്ടാക്കുന്ന വേറെ ചില ഘടകങ്ങളാണ്. അത് കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ഒന്ന് മിണ്ടാനൊരാൾ, കുഴപ്പമില്ല ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയാനൊരാൾ, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു വിഷമമാണെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ സഹായിക്കാം എന്ന് പറയാനൊരാൾ, ഒരു രോഗാവസ്ഥ വരുമ്പം ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയാനുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു സഹായം ചെയ്യാൻ ഒരാൾ, ഇങ്ങനെയുള്ള സാമൂഹിക പിന്തുണകളും ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ 2 ഘടകങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ സംഘർഷമായിട്ട് സമരസപ്പെടാൻ. ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള ഈ സമരസപ്പെടലിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു സംതൃപ്തിയുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഈ അസംതൃപ്തിയുടെ ഒരു ജീവിതമായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും അസംതൃപ്തി. നമ്മളിലേക്ക് നോക്കുമ്പം നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതുണ്ട്, ഇതുണ്ട്, എനിക്കതിൽ ആഹ്ലാദിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ അസംതൃപ്തി എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകം ഉണ്ടാവും. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ടെൻഷൻ വരുമ്പോൾ നേരിടാനുള്ള ചില ടെക്നിക്കുകൾ ശീലിക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളെ പിന്തുണയ്ക്കാനുള്ള ഒരു സാമൂഹിക പിന്തുണ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കുടുംബം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുടെ പ്രസക്തി. ഈ പറയുന്ന നമ്മുടെ സാമൂഹിക പിന്തുണാ ഘടകങ്ങളുടെ ശോഷണം, അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം, അതിനെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിൽ ചെറുക്കാനുള്ള, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ തോണി വെക്കാനുള്ള പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനൊരു സർജറി ചെയ്യുന്ന ഒരു സർജനാണ്. സോ ഈ ലോകത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഒരാളുടെ ജീവൻ നമ്മുടെ മുമ്പേ കിടക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു സംഭവമാണ്. അവർ അനസ്തീസിയയിൽ പോയി ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് തിരിച്ചവർ അനസ്തീസിയൻ തിരിച്ചു വന്ന് എന്ത് പേര് പറയൂ എന്ന് അനസ്തറ്റിസ്റ്റ് പറയുമ്പോൾ പറയണം. അതുവരെ എൻ്റെ ജീവൻ എൻ്റെ കയ്യിലുണ്ടാവില്ല. സോ ഏറ്റവും വലിയ ടെൻഷൻ കൂടിയ പ്രൊഫഷന് എല്ലാവർക്കും അവരുടെ ടെൻഷൻ പ്രൊഫഷനാണ്. പക്ഷെ ഇതൊരു ജീവനുമായിട്ടുള്ള കളിയാണ്. പക്ഷെ ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു ബ്ലീഡിങ് കൂടിപ്പോയി, നമ്മളിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യും.
പോസിറ്റീവായിട്ട് how I am going to do it. So finally what I have to say is, make yourself positive. വീണ ചിരിച്ചുകൊണ്ട് എണീറ്റ് നടക്ക്, ടെൻഷൻ പോയി, അയ്യോ എല്ലാവരും കണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ പിടിച്ചോണ്ട് എണീപ്പിക്കാൻ നടക്കരുത്. ജസ്റ്റ് യു റൈസ് അപ്പ്, ചിരിക്ക്, മറ്റവരാരും നിന്നെ നോക്കി ചിരിക്കില്ല. സോ ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ഹാൻഡിൽ ടെൻഷൻ. ഫിനിഷ്ഡ്, യു ആർ ഡൺ. ടെൻഷൻ്റെ മഹാരോഗികൾ നമ്മളാകുന്നു എന്നത് ഗുണകരമായ ഒരു കാര്യമല്ല. മാത്രവുമല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തിന് പറ്റിയ കാര്യവുമല്ല. ടെൻഷന് ചികിത്സ വേണം, ചികിത്സയെടുക്കാൻ ആളുണ്ട്, നല്ല കൗൺസിലിംഗ് കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിലും ടെൻഷൻ കുറയ്ക്കാൻ മറ്റ് ചില ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നിർഭാഗ്യവശാൽ കൂടുതൽ മോശമായി വരുന്നു. അതിലാണ് എൻ്റെ ഉത്കണ്ഠയും. മറ്റു വിശേഷവുമായി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.